പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആരോടാണ് പറയേണ്ടത്, എങ്ങനെയാണ് പങ്കുവെക്കേണ്ടത് എന്നറിയാതെ വരുമ്പോഴാണ് പലപ്പോഴും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കേണ്ട മാർഗ്ഗമറിയാതെ നമ്മളൊക്കെ പ്രതിസന്ധികളിലാവുന്നത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ഒരു വഴിയും അതിനോടൊപ്പം തന്നെ ഉണ്ടാവുമെന്നാണ്. പലപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും അവർക്കത് പങ്കുവെച്ചാൽ കൃത്യമായി അതിന് ഉത്തരം നൽകേണ്ട ആളുകൾ കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയും ഒരു പ്രയാസകരമായിട്ടുള്ളൊരു കാര്യവും. പലരും പ്രയാസത്തിൽ തന്നെ പറയാറുള്ളൊരു കാര്യം എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ആർക്കും ആരെയും മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സത്യം. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികളൊക്കെ നമുക്ക് മാത്രമാണ് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞാലും മറ്റൊരാൾക്ക് അതിൻ്റെ തീവ്രത അറിയണമെന്നോ അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നോ അതിൻ്റെ യാതൊരു നിർബന്ധവും വേറൊരു വ്യക്തിക്കുമില്ല എന്നുള്ളതാണ്. അത് ജീവിത പങ്കാളിയായാലും നമ്മുടെ മാതാപിതാക്കളായാലും മക്കളായാലും നമ്മൾക്കൊരു പ്രതിസന്ധി ഉണ്ടായി എങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള ശക്തി നമ്മൾ സ്വയം ആർജിച്ചെടുക്കുക തന്നെ വേണം. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാ പ്രശ്നങ്ങളുടെയും റൂട്ട് കോസിനെ, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണത്തെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ എത്തുമ്പോൾ അത് ചിലപ്പോൾ മാനസികപരമായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം, ഒരു പേടിയായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നിലേക്ക് കാണുന്ന ഏതെങ്കിലും ഒരു അങ്കലാപ്പായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നെ ആരും കേൾക്കുന്നില്ലല്ലോ എന്ന ഒറ്റപ്പെടലിൻ്റെ ഒരു ശബ്ദമായിരിക്കാം. അപ്പോൾ ഏത് സമയത്തും എത്തുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു കാരണങ്ങളുണ്ടാവും. പലപ്പോഴും നമ്മുടെയൊക്കെ കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചെറുപ്പം നമുക്ക് തന്ന കുറേ ട്രോമകളുണ്ടാവും. അതാണ് എപ്പോഴും മുതിർന്ന് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നങ്ങളായിട്ടും പ്രതിസന്ധികളായിട്ടൊക്കെ മുന്നിലേക്ക് വരുന്നത്. പലപ്പോഴും സംസാരിച്ച് കഴിയുമ്പോൾ പലരും പറയാറുണ്ട്, വളരെ ചെറുപ്പത്തിലുണ്ടായ ചില ഇൻസിഡൻസ് അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഒരു 30കളിൽ അല്ലെങ്കിൽ 40കളിൽ എത്തുമ്പോൾ പോലും പ്രശ്നത്തിലാവുന്ന പല കാര്യങ്ങളും തുടങ്ങുന്നത് ചിലപ്പോൾ 5 വയസ്സിൽ 6 വയസ്സിൽ കിട്ടിയ ട്രോമകളായിരിക്കും. അപ്പോൾ അതിനെ ഹീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനെ ഹീൽ ചെയ്യാൻ കൃത്യമായിട്ടുള്ള തെറാപ്പികൾ എടുക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ആ ഒരു കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ തെറാപ്പികൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് കൗൺസിലിംഗ് പോലുള്ള സേവനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരിക്കലും മെൻ്റൽ ഡിസോർഡർ ഉള്ള അല്ലെങ്കിൽ മാനസിക പ്രശ്നമുള്ള ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന ഒന്നല്ല കൗൺസിലിംഗ്. കൗൺസിലിംഗ് തീർച്ചയായിട്ടും കൊടുക്കുന്നത് നോർമലായിട്ടുള്ള ആളുകൾക്ക് അവരുടെ നോർമലായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സഹായമായിട്ടാണ്. അത് എപ്പോഴും തെറാപ്പികളായിരിക്കും, സംസാരമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ ഒരു മോഡിഫിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന മാറ്റം അവർക്ക് ജീവിതത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് മുന്നിലോട്ട് വരാൻ ആളുകൾ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളെ ആർക്കും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് സഹായിക്കാൻ തീർച്ചയായിട്ടും നല്ലൊരു തെറാപ്പിസ്റ്റിന് സാധിക്കും. അപ്പോൾ അത്തരം സേവനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മളോടുള്ള ഒരു കരുതലായിട്ട് ആ ഒരു സേവനത്തെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നന്ദി, നമസ്കാരം.